ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ക്ലാസ് 12ലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 12ലെ ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആസ് എൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ചാപ്റ്റർ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് ഡിസ്കസ് ചെയ്തു. അതായത് അഡിറ്റീവ് നേച്ചർ ഓഫ് ചാർജ്, കൺസർവേഷൻ ആൻഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, അതുപോലെ മെത്തേഡ്സ് ഓഫ് ചാർജിങ്, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആൻഡ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഓഫ് ദ ലെസൺ, വിച്ച് ഇസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, കൂളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതനുസരിച്ച് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, എങ്ങനെയാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടത്, ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇഫ് മൾട്ടിപ്പിൾ ഫോഴ്സസ് ആർ ആക്ടിങ് അറ്റ് എ സിംഗിൾ പോയിന്റ്. അതായത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ക്ലാസ് 12ന്റെ ബോർഡ് എക്സാമിന് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽസ് ആണ്. അതായത് മെറ്റീരിയൽസിനകത്ത് തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത? ഈ പ്രോപ്പർട്ടി ഉള്ള ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സിന്, അതായത് രണ്ട് ഒബ്ജക്ട്സിന് ഈ സെയിം പ്രോപ്പർട്ടി, അതായത് ചാർജ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ദേ കൻ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ചാർജ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് എത്രത്തോളം ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൂളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അക്കോർഡിംഗ് ടു കൂളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതെ, ഈ കൂളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ 11th ഗ്രാവിറ്റേഷണൽ ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കൂളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ലോ വാസ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഹാവിംഗ് മാസസ്, അല്ലെ, മാസ് ഉള്ള രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തായിരുന്നു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്? ദ ഫോഴ്സ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഹാവിംഗ് മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു product of their masses and inversely proportional to square of the distance between their centers എന്നാണ് പഠിച്ചത്, അല്ലെ. അതുപോലെ തന്നെയാണ് രണ്ട് ചാർജ്ഡ് ഒബ്ജക്ട്സ്. സപ്പോസ് വി ഹാവ് ടു ഒബ്ജക്ട്സ് having charges q1 and q2 and let r be the distance between their centers. ഇവയുടെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആസ് പെർ കൂളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ദ ഫോഴ്സ് between two charged materials is directly proportional to product of their charges and inversely proportional to square of the distance between their centers. That is f proportional to q1 q2 divided by r square എന്ന് എഴുതാം. ഇനി f is equal to ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വരും. ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയുടെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ദ k stands for electrostatic force constant. Okay, k q1 q2 divided by r square എന്നുള്ളതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. f is equal to k q1 q2 divided by r square. I repeat, f is equal to k q1 q2 divided by r square. ഇതിനകത്ത് k എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ്, q1 and q2 are the magnitude of the charges and r is the distance between their centers. In SI system, value of k is a constant. അതായത് നമ്മൾ രണ്ട് ചാർജസ്, if the charges are placed in air or vacuum, അതായത് ഈ ചാർജസ് തമ്മിൽ മറ്റൊരു ഇന്റർവീനിങ് മീഡിയം ഇല്ല, എയർ അല്ലെങ്കിൽ വാക്യൂം ആണ് മീഡിയം എന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് k is 9 into 10⁻⁹. ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് k എന്ന് പറയുന്നത് എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ q1 q2 അല്ലേ. എഫിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ, ഡിവൈഡഡ് ബൈ ചാർജിന്റെ യൂണിറ്റ് നമുക്കറിയാം കുലോംബ് ആണ്. അപ്പോൾ c⁻². 9 into 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുലോംബ് സ്ക്വയർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇൻ വാക്യൂം. ഇനി സംടൈംസ്, വെരി റെയർലി, if the charges are placed in another medium other than vacuum, ആ മീഡിയത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് മീഡിയം എന്നുള്ളത്. എന്താണ് ഈ ഡൈ ഇലക്ട്രിക്, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഡൈ ഇലക്ട്രിക് എന്നൊക്കെ ഉള്ളത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ഡൈ ഇലക്ട്രിക് മീഡിയം എന്ന് പറയുന്നത് ഇതൊരു എന്താ പറയാ, ഫോഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ മൈക്ക ഷീറ്റ് ഒക്കെ പോലെയുള്ള ഒരു മീഡിയത്തിന് പറയുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് എന്നുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഡൈ ഇലക്ട്രിക് മീഡിയം വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ഫോഴ്സിന്റെ ഇക്വേഷൻ വിൽ ബിക്കം k എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഇസ് ക്യാപിറ്റൽ K q1 q2 ഡിവൈഡഡ് ബൈ സ്മോൾ k r സ്ക്വയർ. അതായത് നമ്മളുടെ എയറിലുള്ള ഫോഴ്സിന്റെ ഫോർമുലേനെ മറ്റൊരു k കൊണ്ട്, ഈ kന്റെ പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഇത് നമുക്ക് ഓരോ മീഡിയത്തിനും
ഒരു പ്രത്യേക കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ് അതിന്റെ പേര്. ഇപ്പൊ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ പഠിച്ചില്ലേ? ഇപ്പൊ വാട്ടറിന് ഒരു സ്പെഷ്യൽ വാല്യൂ ഉണ്ട് 1.33 എന്ന്. അതുപോലെ ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിനും ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ എഫ് മീഡിയം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വെൻ ദ ചാർജസ് ആർ പ്ലേസ്ഡ് ഇൻ മീഡിയം എന്ന് പറയുന്നത് എയറിൽ ഉള്ള ഫോഴ്സിനെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് കിട്ടുക നമുക്ക്. അപ്പൊ ഇതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ്. ഇനി ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റിന് നമുക്ക് മറ്റൊരു രീതിയിൽ, അതായത് ഇത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല വെച്ചാൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു 1/4πε0. ഓക്കെ, ഈ ഒരു സിമ്പിളിനെ വിളിക്കുന്ന പേരാണ് ε0 അല്ലെങ്കിൽ ε0 എന്ന് പറയും. ഇതിന്റെ മീനിങ് ഇസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്യൂം എന്നാണ് പറയാ. വാല്യൂ ഓഫ് ε0 ഇസ്, അതായത് ε0ന്റെ വാല്യൂ ഇസ് 8.854 into 10⁻⁻12 Coulomb square per Newton meter square എന്നുള്ളതാണ് ε0ന്റെ വാല്യൂ. അതേസമയം 1/4πε4 എന്ന് പറയുന്ന ഒരു നമ്പർ ആണ്, പൈ എന്ന് പറയുന്നത് 3.14 ആണ് നമുക്കറിയാം. അപ്പൊ ഇത് 1/4π into 8.854 into 10⁻⁻12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 9 into 10⁻⁹, which is ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഐ റിപ്പീറ്റ്, ഫോഴ്സിന്റെ വാല്യൂ ഇസ് K Q1 Q2 divided by R square if the charges are placed in air. If the charges are placed in medium, നമുക്ക് എഫ് എയറിനെ കെ എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി കെ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ യൂസിംഗ് ദ ഫോർമുല 1/4πε0. ε0 എന്ന് പറയുന്നത് 8.854 into 10⁻⁻12 Coulomb square per Newton meter square ആണ്. അതിന്റെ പേരെന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. വെൻ യു find out this entire value, you will get the value, the number, the constant as 9 into 10⁻⁹ Newton meter square per Coulomb square. Problems solve ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരിട്ട് 9 into 10⁻⁹ Newton meter square per Coulomb square എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് നമുക്കറിയാം അല്ലെ. വെക്ടർ എന്ന് വെച്ചാൽ എന്താ? അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കണം. If there are two charges Q1 and Q2 separated by a distance r, magnitude of the force can be calculated by using the formula K Q1 Q2 by R square. Magnitude എന്ന് വെച്ചാൽ എന്താ? വാല്യൂ. ഓക്കെ, ഇനി ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ചാർജസ്. രണ്ടും ലൈക്ക് ചാർജസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദീസ് ടു ചാർജസ് ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ, വിച്ച് മീൻസ് വാട്ട്? ലൈക്ക് ചാർജസ്. നേച്ചർ ഓഫ് ദ ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇഫ് ദ ചാർജസ് ആർ ലൈക്ക് നേച്ചർ, ദെൻ ദ ഫോഴ്സ് വിൽ ബി റിപ്പൽസീവ് ഇൻ നേച്ചർ. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ പോയിന്റ് എ പോയിന്റ് ബി എന്ന് മാർക്ക് ചെയ്യുക. എയിൽ വെച്ചിരിക്കുന്ന ചാർജ് ആണ് Q1 and the charge placed at B is Q2 എന്ന് വിചാരിക്കാം. ഓക്കെ, now if you are calculating force at A due to B, ഈ FAB എന്ന് എഴുതുന്നതിന്റെ മീനിങ് ഇതാണ്. ഫോഴ്സ് ആറ്റ് എ, അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ എത്രത്തോളം ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുക ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ബി. അപ്പോൾ അതിന് FAB കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയുന്ന ഫോർമുല എന്താണ്? 1/4πε0. അതിന് K എന്ന് വേണമെങ്കിൽ എഴുതാം. Q1 Q2 divided by R square. ഓക്കെ, ഇതാണ് മാഗ്നിറ്റ്യൂഡ് പാർട്ട്. ഇനി ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇഫ് ബോത്ത് ദ ചാർജസ് ആർ ലൈക്ക് ചാർജസ്, FAB will be acting along the direction BA. അതായത് ഇങ്ങനെ റിപ്പൽസീവ് ആയിട്ടാണ് പോവുക. അപ്പൊ നമുക്ക് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് FAB എന്നുള്ളത് ലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൽസീവ് ആണ്. റിപ്പൽസീവ് എന്നാൽ എന്താ? ഒപ്പോസിറ്റ് വേയിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പൊ എലോങ് BA ആയിരിക്കും FAB എന്ന് പറയുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ. FAB വിൽ ബി ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ BA. B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എയിലോട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ ഇതേ ഡയറക്ഷൻ, വിച്ച് മീൻസ് ഈ ആസ് പെർ ദ ഡയഗ്രാം ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും FABന്റെ ഡയറക്ഷൻ, because it is repulsive in nature. Okay, ഇനി FBA കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. BA means what? Force at B due to charge placed at A. Okay, അതും എന്തായിരിക്കും? രണ്ടും ലൈക്ക് ചാർജസ് ആണെങ്കിൽ they will be repulsive. Repulsive force in magnitude is going to be K Q1 Q2 divided by R square itself. Repulsive എന്ന് പറയുമ്പോൾ FBA എന്ന് എഴുതുമ്പോൾ അതിന്റെ നേരെ തിരിച്ചുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. Direction will be along AB. അതായത് ഈ ഒരു രീതിയിൽ repulsive ആയിരിക്കും ഫോഴ്സ്. Okay, this will be the direction of FBA.
അപ്പൊ FAB ആൻഡ് FBA ഡയറക്ഷൻ എങ്ങനെ മാർക്ക് ചെയ്തെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല, എന്ത് ചെയ്യണം, ഡയറക്ഷൻ കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ ഇതാണ് ഇഫ് ദ ചാർജസ് ആർ ലൈക്ക് നേച്ചർ. ഓക്കെ, ഇനി അൺലൈക്ക് ചാർജസ് ആണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് Q1 ഉണ്ട്, this is Q2 placed at points A and B. If one of them is positive and the other one is negative, അതായത് എയിലുള്ള ചാർജ് പോസിറ്റീവ്, ബിയിലുള്ള ചാർജ് നെഗറ്റീവ്, അല്ലെങ്കിൽ എയിലുള്ള ചാർജ് നെഗറ്റീവ്, ബിയിലുള്ള ചാർജ് പോസിറ്റീവ്, ഇങ്ങനെയാണെങ്കിലും ദേ ആർ അൺലൈക്ക് ചാർജസ് അല്ലെ. അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട് ഈച്ച് അതർ. അപ്പൊ FAB എന്ന് പറയുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല ഇസ് KQ1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്, ഡയറക്ഷൻ മാത്രമാണ് മാറാൻ പോകുന്നത്. ഇവിടെ FAB എന്ന് പറയുന്ന ഫോഴ്സ് ഏത് നേച്ചർ ആയിരിക്കും? സിൻസ് ദ ചാർജസ് ആർ ഓഫ് അൺലൈക്ക് നേച്ചർ, ദേ വിൽ ബി അട്രാക്ടിങ്. അട്രാക്ടിങ് കാണിക്കാനായിട്ട് നമ്മൾ FAB എന്ന് നെയിം ചെയ്തില്ലേ, അപ്പൊ അതേ രീതിയിൽ എന്ന് ബിയിലോട്ട് പോകുന്ന രീതിയിൽ തന്നെ, വിച്ച് മീൻസ് എലോങ് AB ആയിരിക്കും ഡയറക്ഷൻ ഓഫ് FAB എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ FBA നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് KQ1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആയിരിക്കും. ഡയറക്ഷൻ വിൽ ബി, നമ്മൾ ഇവിടെ FBA എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ എഴുതാം, വിച്ച് മീൻസ് എലോങ് BA, ബിയിൽ നിന്ന് എയിലോട്ട് പോകുന്ന രീതിയിലായിരിക്കും FBAയുടെ ഡയറക്ഷൻ വരിക, വിച്ച് മീൻസ് എലോങ് BA. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യം. ഇപ്പോ ഇത് നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? രണ്ട് ചാർജസ് മാത്രം ഉണ്ടെങ്കിൽ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ഫോഴ്സ് എന്നാണ്. ഇനി ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ ചാർജസ്, സേ ഫോർ എക്സാമ്പിൾ നമുക്ക് A, B ആൻഡ് C മൂന്ന് പോയിന്റ്സ് ഉണ്ട്. Let the charges be Q1, Q2 and Q3. ഓക്കെ, ഇങ്ങനെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നേരത്തെ, അതായത് ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ ചാർജസ്, രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ there will be one force acting at a point, right? എയിൽ ആകെ ഒരു ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ, ബിയിലാണെങ്കിലും ഒരു ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ, രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ. ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ ചാർജസ്, മോർ ദാൻ 2 ചാർജസ് ഉണ്ടെങ്കിൽ എയിനകത്ത് there will be two forces acting. ഒരു ഫോഴ്സിന്റെ പേരാണ് FAB, that is force acting at A due to charge placed at B. ബിയിലുള്ള ചാർജ് കാരണം, അതായത് because of Q2 there will be one force acting at A. ഇനി there will be one more force acting at A. It can be named as FAC, which means force acting at A due to C. Okay, അപ്പോ A എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ there will be two forces acting. ഈ രണ്ട് ഫോഴ്സസ് എന്താണ്? വെക്ടേഴ്സ് ആണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് at A can be calculated as the vector sum of FAB and FAC. Vector sum of FAB and FAC ആണ്. ഫോർ എക്സാമ്പിൾ, ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ദിസ് ഇസ് നെഗറ്റീവ് ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ് എന്ന് വിചാരിക്കാം. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് FAB? എയും ബിയും നോക്കുമ്പോൾ എന്താണ്? ഒരെണ്ണം പോസിറ്റീവ് ആണ്, ഒരെണ്ണം നെഗറ്റീവ് ആണ്, അൺലൈക്ക് ചാർജസ് ആണ്, അട്രാക്ഷൻ ആണ്. അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ AB എന്ന് എഴുതിയാൽ അതേപോലെ തന്നെ എലോങ് AB എന്നാണ് ഡയറക്ഷൻ ഓഫ് FAB വരിക. എലോങ് AB എന്ന് പറയുമ്പോൾ ഹൗ ക്യാൻ വി മാർക്ക്? ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് FAB. ഇനി FACന്റെ ഡയറക്ഷൻ എന്താണെന്ന് നോക്കാം. എയും സിയും നേച്ചർ ഓഫ് ദ ചാർജ് നോക്കുക. വൺ ഇസ് പോസിറ്റീവ്, അനദർ വൺ ഇസ് ഓൾസോ പോസിറ്റീവ്. റിപ്പൽഷൻ ആണ്. റിപ്പൽഷൻ വെച്ചാൽ എന്താ? AC എന്ന് എഴുതുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് പോലെ നമ്മൾ എഴുതണം. ഡയറക്ഷൻ വിൽ ബി എലോങ് CA, അതായത് സിയിൽ നിന്ന് എയിലോട്ട് പോകുന്ന പോലെ, സിയിൽ നിന്ന് എയിലോട്ട് പോകുന്ന പോലെ വെച്ചാൽ എന്താ? ഇങ്ങനെയാണ് ഫോഴ്സ് വരുന്നത്. ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് FAC. അപ്പൊ വി ഗോട്ട് ടു വെക്ടേഴ്സ്. ഓക്കെ, ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് കിട്ടി. സോ ഹൗ ടു ഫൈൻഡ് ഔട്ട് FA? FA എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ദ വെക്ടർ സം ഓഫ് FAB ആൻഡ് FAC. അല്ലാതെ നമുക്ക് കിട്ടിയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ്സ് ജസ്റ്റ് ആഡ് ചെയ്താൽ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം there are two vectors having an angle theta between them, then resultant force can be calculated by using, നമ്മൾ resultant vector എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല 11th പഠിച്ചിട്ടുണ്ടായിരുന്നു. R equal to root of A square plus B square plus 2AB cos theta എന്നുള്ളത്. അപ്പൊ ഇവിടെ ആണെങ്കിൽ റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ, രണ്ട് ഫോഴ്സസ് ആണുള്ളത് അല്ലെ, പ്ലസ് 2F1 F2 cos theta എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം റിസൾട്ടന്റ് ഫോഴ്സ് അറ്റ് A കണ്ടുപിടിക്കാനായിട്ട്. ഇനി റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് there can be situation where two forces are acting in the same direction. അതായത് F1 F2 acting in the same direction ആണെങ്കിൽ resultant force എന്ന് പറയുന്നത് it will be just normal sum of F1 and F2. There can be situation where F1 act in this direction and F2 act in the opposite direction. അപ്പോൾ നമ്മൾ resultant force എങ്ങനെ കണ്ടുപിടിക്കുക?
If two vectors are acting in the opposite direction, resultant will be difference. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ബിഗർ മൈനസ് സ്മോളർ. ഇവിടെ ഞാൻ ബിഗർ ആയിട്ട് വരച്ചിരിക്കുന്ന F1 ആണ്. അപ്പോൾ F1 മൈനസ് F2 എന്ന് എഴുതാം. ഇനിയാണ് ഞാൻ പറഞ്ഞത് if there are two forces acting by making an angle between them, F1 and F2 by making an angle theta between them, അപ്പോൾ അന്നേരം റിസൾട്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് we should use the formula root of F1 square plus F2 square plus 2 F1 F2 cos theta. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തിരിക്കണം. ഇതിനകത്ത് നമുക്കറിയാം ഈ ഒരു ഇക്വേഷനകത്ത് cos theta വരുന്നുണ്ട്. അപ്പോൾ കോസ് ഓഫ് കോമൺ ആംഗിൾസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. cos theta, cos 0 എന്ന് പറയുന്നത് 1 ആണ്. cos 30 എന്ന് പറയുന്നത് √3/2, നിങ്ങൾ 10th പഠിച്ചിട്ടുള്ളതാണ്. cos 45 എന്ന് പറയുന്നത് 1/√2. cos 60 is 1/2. cos 90 is 0. അല്ലെ? ഇനി അതുപോലെ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ആംഗിൾസും കൂടെ ഉണ്ട്. cos 120 വളരെ കോമൺ ആയിട്ട് പ്രോബ്ലംസിൽ വരുന്നതാണ്. cos 120 is -1/2. cos 60 എന്ന് പറയുന്നത് 1/2 ആയിരുന്നു. cos 120 എന്ന് പറയുന്നത് -1/2 ആണ്. അതുപോലെ cos 0 എന്ന് പറയുന്നത് 1 ആണ്. cos 180 is -1. ഇത്രയും വാല്യൂസ് ഓഫ് cos you should know. ഓക്കെ, പിന്നെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല root of F1 square plus F2 square plus 2 F1 F2 cos theta. ഈ ഫോർമുലയും കൂടെ അറിഞ്ഞിരിക്കണം. ഈ cos theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം വാല്യൂസും നിങ്ങളുടെ മനസ്സിൽ, ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, ബട്ട് ലെറ്റ് us keep this in our mind before we start solving any problems. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, പല സ്ഥലങ്ങളിലും നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് F1 and F2 മാഗ്നിറ്റ്യൂഡ് വൈസ് ഇതിന്റെ രണ്ടിന്റെ വാല്യൂസ് ഈക്വൽ ആയിരിക്കും. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് F. ഓക്കെ, രണ്ടും ഒരേ വാല്യൂസ്. ഇനി and if the angle between them is coming as 60 degree. Okay, if F1 is equal to F2 which is equal to F, and if angle between them is 60, then resultant force എന്ന് പറയുന്നത് F net will be equal to, നമുക്ക് എഴുതാൻ പറ്റും root of, എങ്ങനെ എഴുതാം, F1 square എന്ന് വെച്ചാൽ F square plus F square plus 2F square cos 60. cos 60 എത്ര, 1/2. ഈ 2 cancel ആയി പോയിട്ട് we are getting as what, root of F square plus F square plus F square which is √3F square. ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, F√3. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഇഫ് two forces are equal and if the angle between them is 60 degree, നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒന്നും എഴുതാണ്ട് തന്നെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് F√3 ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല ക്വസ്റ്റ്യൻസിലും വരുന്ന ഒരു ഭാഗമാണിത്. ഈക്വൽ ഫോഴ്സസ് ഹാവിംഗ് an angle of 60 degree between them. ഇനി ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഈക്വൽ ഫോഴ്സസ് ഹാവിംഗ് an angle of 120 degree between them. അന്നേരത്ത് റിസൾട്ടന്റ് ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് will be equal to F itself. അതായത് if there are two equal forces having an angle of 120 degree between them, then net force will be equal to F itself. Angle of 60 degree between them എന്ന് വെച്ചാൽ നെറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു F√3. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അപ്പൊ അതിന് മുന്നേ ഫോർമുലാസ് ഒന്ന് ഓർത്ത് വെക്കുക. F is equal to K Q1 Q2 divided by R square. ഇത് വെച്ചിട്ടാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നമുക്ക് +3 Coulomb -2 Coulomb എന്നാണ് ചാർജസ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ Q1ന്റെ വാല്യൂ 3 എന്നും Q2ന്റെ വാല്യൂ 2 എന്നുമാണ് എടുക്കുക. അതായത് വിത്തൗട്ട് സൈൻ ആണ് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ദിസ് ഫോർമുല is without sign. പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് എടുക്കാൻ പാടില്ല. ബിക്കോസ് ഫോഴ്സ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഈ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ എടുക്കുന്നത് ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിത്തൗട്ട് സൈൻ ആണ് ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഓൾമോസ്റ്റ് ഓൾ ദ പ്രോബ്ലംസിൽ Q1 Q2 എന്ന് പറയുന്നതിന്റെ SI യൂണിറ്റ്സ് കുലോംബ് ആണ്. പക്ഷെ മിക്കവാറും പ്രോബ്ലത്തിൽ നമുക്ക് മൈക്രോ കുലോംബ് അല്ലെങ്കിൽ മില്ലി കുലോംബ് ഒക്കെയാണ് തരിക. അപ്പോൾ Q1 Q2നെ കൺവേർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. മൈക്രോ കുലോംബ് ആണെങ്കിൽ 10⁻⁶ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിലും ഈ ഡിസ്റ്റൻസ് മീറ്ററിലല്ല തരിക, ഒന്നുമില്ലെങ്കിൽ സെന്റിമീറ്റർ ആണ് വെരി കോമൺ, അല്ലെങ്കിൽ മില്ലിമീറ്റർ ഒക്കെ ആയിരിക്കും. അപ്പൊ അവിടെയും SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസിനെ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം മീറ്ററിലോട്ട് ആക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, മൾട്ടിപ്പിൾ ഫോഴ്സസ് ഉണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ആഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. You can just add them only if both the forces are acting in the same direction. Opposite direction ആണെങ്കിൽ subtract ചെയ്യണം. If the forces are having an angle between them, then you have to use the formula root of F1 square plus F2 square plus 2 F1 F2 cos theta എന്നുള്ളത്. അപ്പൊ ഫോഴ്സ്
ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ്, മീൻസ് ഫോഴ്സ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ, എങ്ങനെയാണ് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം റിലേറ്റഡ് ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. Thank you for watching. Have a wonderful day ahead to all of you.